പോയ കാലത്തെ സംഗീത നഭസിലെ നക്ഷത്രമായിരുന്ന ഒരാളുടെ വീടാണിത്. ഒരുപാട് നാടകഗാനങ്ങൾക്ക് ഈണം പകർന്ന ഒരു സംഗീത സംവിധായകൻ. ഓർമ്മിച്ചാൽ മധുരിക്കുന്ന ഒരുപിടി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ ഈ കലാകാരനെ ഇന്ന് പലരും ഓർമ്മിക്കാതെ പോകുന്നു. ഇത് KPSC കലേശൻ. ഒരിക്കലും മരിക്കാത്ത ഒത്തിരി പാട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ച അനശ്വര ഗായിക KPSC സുലോചനയുടെ ഭർത്താവ്. ഇവിടെ ഈ വീട്ടിൽ കലേശൻ ഒപ്പമില്ലാത്ത ഭാര്യയുടെ ഓർമ്മകളുമായി ജീവിക്കുന്നു. എൻ്റെ അച്ഛൻ കുറേശ്ശെ പാടുമായിരുന്നു, അമ്മ ഹാർമോണിയം വായിച്ച് പാടുമായിരുന്നു. അതുകൂടാതെ തന്നെ എൻ്റെ വലിയച്ഛൻ മാവേലിക്കര നാണക്കുട്ടൻ പ്രസിദ്ധനായ മൃദംഗിസ്റ്റും സിനിമാ നടനുമായിരുന്നു. കൂടാതെ കുഞ്ഞമ്മ പങ്കജവല്ലി അന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന നടിയുമായിരുന്നു. ഇവർ കല കൈകാര്യം ചെയ്യുന്നത് കണ്ട് വളർന്നുകൊണ്ട് ചെറുപ്പം മുതലേ എനിക്ക് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലത്ത് തന്നെ കലാരംഗത്ത് വരാൻ കാരണമായി. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 6ാം ക്ലാസ്സിലോ ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ലേബർ വീക്ക് എന്ന് പറഞ്ഞ് സേവനവാരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സേവനവാരത്തിൻ്റെ അവസാന ദിവസം കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുമായിരുന്നു. അങ്ങനെ ആ 6ാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ മൃദംഗം വായിക്കുന്നത്. അങ്ങനെ മൃദംഗം വായിച്ചപ്പം എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത കൊല്ലം മുതൽ ഈ യൂത്ത് ഫെസ്റ്റിവൽ യുവജനോത്സവം തുടങ്ങി. ആ യുവജനോത്സവത്തിൽ 3 തവണ സംസ്ഥാന യുവജനോത്സവത്തിൽ മൃദംഗം വായിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. അതിനുശേഷമാണ് പ്രൊഫഷണലായിട്ട് കലാരംഗത്ത്, പ്രൊഫഷണൽ എന്ന് പറയാനൊക്കത്തില്ല, അമച്വർ നാടകങ്ങൾക്ക് മൃദംഗം വായിക്കാനായിട്ട് പലരും എന്നെ വന്ന് വിളിച്ച്. അന്ന് വളരെ കുട്ടിയാണ്, 12 വയസ്സ് കണ്ട് കഷ്ടിച്ചാണ്, അത്രയേ ഉള്ളൂ. 12ാമത്തെ വയസ്സിൽ അരങ്ങിലെത്തിയതാണ് കലേശൻ. കേരളത്തിലെ അതിപ്രശസ്തരായ 2 സംഗീതജ്ഞരുടെ സംഗീത കച്ചേരികളിൽ മൃദംഗ വായനക്കാരനായി വേദികളിൽ വിസ്മയം വിരിച്ച് ചെറുപ്രായത്തിൽ തുടങ്ങിയതാണ് സംഗീതയാത്ര. മൃദംഗം മാത്രമായിരുന്നില്ല, തബലയും ഹാർമോണിയവുമൊക്കെ കലേശന് വഴങ്ങുമായിരുന്നു. ആദ്യമൊന്നും ജീവിതമാർഗമായില്ല. എങ്കിലും ഞാൻ ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം കലാപരിപാടിക്ക് പോകുന്നത് ഒരാവശ്യമായിട്ട് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പലരും എന്നെ കലാപരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ നാടക സമിതികളായിട്ട് ബന്ധപ്പെടുന്നു. കോട്ടയം സന്തോഷ് ഡ്രാമാറ്റിക് ക്ലബ്ബ്, നമ്മുടെ ഇന്നത്തെ പ്രസിദ്ധനായ സിനിമാ നടൻ GK പിള്ള അന്നൊരു നാടക സമിതി തുടങ്ങി, ശ്രീദേവി തിയേറ്റേഴ്സ് ചിറയൻകീഴ്. അങ്ങനെ അതിലൊക്കെ തബലിസ്റ്റായിട്ട് വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് പങ്കെടുത്തിരുന്നവരൊക്കെ പ്രസിദ്ധരായ കലാകാരന്മാരായിരുന്നു. ഞാൻ എൻ്റെ ആദ്യ കാലത്ത് ഒരു പ്രോഗ്രാമിന് വായിച്ചപ്പം 3 രൂപയാണ് കിട്ടിയത്. ഒരു പരിപാടിക്ക് ഏതാണ്ട് 59-60 കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ വെറും 3 രൂപയ്ക്കാണ് ഞാൻ തബല വായിച്ചത് ആദ്യമായിട്ട്. ഞാൻ ഇപ്പോൾ ഏതാണ്ട് ഒരു അങ്ങേയറ്റം പോയാലും എനിക്കൊരു 10,000 രൂപയ്ക്കുള്ള ആരും തരത്തില്ല. ഇന്നത്തെ ഒരു പരിപാടിക്ക് ഞാൻ വായിക്കുകയാണെങ്കിൽ ആ സ്ഥാനത്ത് എവിടെങ്കിലും ഒരു അംഗീകാരം കിട്ടി എന്നുള്ളതിന് പേര് 10,000 രൂപ കൊടുക്കാൻ മേടിക്കുന്ന കലാകാരന്മാരൊന്നുണ്ട്. കലാലോകത്ത് അരങ്ങേറ്റം കുറിച്ച ആദ്യകാലത്ത് തന്നെ കലേശന്റെ സംഗീതത്തിന് ആവശ്യക്കാർ ഏറെയായിരുന്നു. അരങ്ങിലെത്തിയപ്പോഴെല്ലാം ആസ്വാദക സദസ്സിന്റെ ആദരവും ഏറെ കിട്ടി. സംഗീത സംവിധാനത്തിലെ മിടുക്ക് കണ്ടറിഞ്ഞ് നാടകലോകത്തേക്കും വൈകാതെ ക്ഷണമുണ്ടായി. അങ്ങനെ തബലിസ്റ്റായിട്ട് വന്നു. അവിടുന്ന് ഞാൻ പിന്നീട് കൊച്ചു നാടകങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കാൻ തുടങ്ങി. അത് കൊച്ചു അമച്ചർ നാടകങ്ങൾ. അത് ഞങ്ങളുടെ നാട്ടിലെ പുലിയൂർ എന്നുള്ള നാട്ടിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പുലിയൂർ രവീന്ദ്രൻ എന്ന് പറഞ്ഞ സുഹൃത്തും എൻ്റെ ബന്ധുവും. അദ്ദേഹം ഒരു നാടകം എഴുതിയിരുന്നു. അങ്ങനെ അവിടെ മുതൽ കൊച്ചു നാടകങ്ങൾക്ക്, ആ പ്രദേശത്തുള്ള കൊച്ചു നാടകങ്ങൾക്ക് പാട്ട് കമ്പോസ് ചെയ്യാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പോഴേ ഞാൻ കുറേശ്ശെ ഹാർമോണിയം വായിക്കുമായിരുന്നു. ഹാർമോണിയം വായിക്കുന്നതുകൊണ്ട് ആ നിലയിലും പരിപാടിക്ക് എന്നെ പലരും ഹാർമോണിസ്റ്റായിട്ടും വിളിച്ചു തുടങ്ങി. പിന്നീട് സംഗീത സംവിധാനത്തിൽ വിളിച്ചു. അങ്ങനെ തിരുവല്ല C. ബാബുവിൻ്റെ ശാരവം എന്ന് പറഞ്ഞ നാടകത്തിൽ സംഗീത സംവിധാനം ചെയ്തു. അതിന് എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ PK കുഞ്ഞച്ചൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനുണ്ട്. അദ്ദേഹം സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങി, ദർശന തിയേറ്റേഴ്സ്. അതിലും പാട്ടുകൾ ചെയ്തു. അപ്പോൾ അന്ന് ഏറ്റുമാനൂർ സോമദാസിനെ, AP ഗോപാലിനെ, ഇവരൊക്കെ ആ പാട്ടുകൾ എഴുതിയിരുന്നു. അവരുടെയൊക്കെ പാട്ടുകൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്.
കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരോട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് അക്കാലത്തെ വിപ്ലവ ആശയങ്ങളുള്ള നാടകങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് സ്വപ്നങ്ങളുള്ള ഒരാളായിരുന്നു കലേശനും. അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ ഹൃദയങ്ങളിൽ സമര ആവേശത്തിന്റെ ജ്വാല പടർത്തിയ നാടകങ്ങളിലൂടെ ഒരു സംഗീത സംവിധായകനായി കലേശനും പ്രശസ്തിയിലേക്ക് ഉയർത്തപ്പെട്ടു. അതിനു മുമ്പ് തന്നെ ഞാൻ കഥാപ്രസംഗ രംഗത്ത് പല പ്രസിദ്ധരായ ഗാന്ധിയന്മാരുടെ കൂടെ വായിച്ചിരുന്നു. കടൂർ ബാലനെ, അതിനു മുമ്പ് എസ് ഉണ്ണിത്താൻ, അതിനു മുമ്പ് ഈ കഥാപ്രസംഗ കലയുടെ ആദ്യകാല ജനേതാക്കളിൽ ഒരാൾ PC എബ്രഹാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൂടെയും വായിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് പലരും എന്നെ എൻ്റെ നാടുകളിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഈ രംഗത്ത് ഒരു യുവ കലാകാരൻ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ രാഷ്ട്രീയമായ ചില നീക്കങ്ങളും, അപ്പോൾ അതിനോട് എനിക്കൊരു താല്പര്യമുണ്ട്. അതുകൂടാതെ തന്നെ തിരുവല്ല ഗുവേര തിയേറ്റേഴ്സ് എന്ന് പറയുന്ന തിയേറ്റേഴ്സ് ഉണ്ട്. അത് മാന്നാർ ഒരു കലാ തിയേറ്റേഴ്സ്, അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. സംഗീത ജീവിതയാത്രയിൽ കലേശന് കൂട്ടുകാരിയായി കിട്ടിയതാണ് KPSC സുലോചനയെ. സംഗീത സംവിധായകന്റെ പ്രശസ്തിക്കുമേറെയായിരുന്നു അന്ന് സുലോചന എന്ന പാട്ടുകാരിയുടെ പ്രശസ്തി. പിൽക്കാലത്ത് കലേശൻ അറിയപ്പെട്ടത് താൻ അണിയിച്ചൊരുക്കിയ പാട്ടുകളുടെ പേരിലല്ല, KPSC സുലോചനയുടെ ഭർത്താവെന്ന പേരിലാണ്. KPSC സുലോചന എന്ന വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ആ പേര് എൻ്റെ മനസ്സിൽ പതിയിരുന്നു. അതിന് കാരണം KPSCയും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടുള്ള ആഭിമുഖ്യം തന്നെയാണ്. അപ്പോൾ KPSC പങ്കെടുക്കേണ്ടത് എൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പാട്ടുകളെല്ലാം, മുടിയനായ പത്രങ്ങളിലെ പാട്ടുകൾ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിലെ KPSC സുലോചന പാടിയിട്ടുള്ള പാട്ടുകളൊക്കെ അന്ന് മനഃപ്പാടമായിട്ട് വെച്ചിരിക്കുക. അപ്പോൾ എങ്ങനെയെങ്കിലും KPSCയിൽ ഒന്ന് പങ്കെടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം. അത് സുലോചനയെ പരിചയപ്പെടണം. സുലോചന എൻ്റെ ബന്ധു കൂടിയാണ്. എങ്കിൽ പോലും അവരുമായിട്ടൊരു വേദി പങ്കിടണം, അല്ലെങ്കിൽ KS ജോർജുമായിട്ടൊരു വേദി പങ്കിടണം എന്നൊരു ആഗ്രഹം അന്ന് മുതലേ, വളരെ കുഞ്ഞുനാൾ മുതലേ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് കേരള ആർട്സ് തിയേറ്റേഴ്സ് എന്ന നാടക സമിതിയായിട്ട് ഞാൻ ബന്ധപ്പെടുന്നതും അവിടെ സുലോചന അഭിനയിക്കാനായിട്ട് വരുന്നത്. അന്ന് മുതലാണ് ഞങ്ങൾ അടുത്ത് പരിചയപ്പെടാനും ഒന്നിച്ച് കലാവേദിയിൽ പങ്കെടുക്കാനും ഇടയായത്. എല്ലാ തരത്തിലും ഞാൻ അവരെ ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. കലയോട് സ്നേഹമുണ്ട്, സംഗീതത്തോട് സ്നേഹമുണ്ട്, ആ രൂപത്തോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ആരാധനയുണ്ട്. അതിൽ ഏത് എന്ന് മാറ്റി പറയാൻ പറ്റത്തില്ല. കാരണം പാട്ടാണോ, അഭിനയമാണോ, അല്ലെങ്കിൽ വ്യക്തിയോടാണോ എനിക്ക് ആരാധന ഉണ്ടായിരുന്നത് ഒറ്റ വാക്കി പറയാനൊക്കെയില്ല. 1981 ഓഗസ്റ്റ് 30 ഞങ്ങളുടെ വിവാഹം നടന്നത്. വളരെ വൈകിയാണ് ആ വിവാഹം നടന്നത്. അതുവരെ ഏതാണ്ട് 71 കാലഘട്ടം മുതൽ ഏതാണ്ട് 10 കൊല്ലക്കാലം ഞങ്ങൾ ഒന്നിച്ച് സഹകരിച്ചിട്ടുണ്ടെങ്കിലും അതിനിപ്പുറം പോകാൻ കഴിക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ വീട്ടിൽ താമസിച്ചൊരു വിവാഹ ജീവിതം അല്ലായിരുന്നല്ലോ ഞങ്ങളിങ്ങനെ യാത്രകളായിരുന്നല്ലോ, കൂടുതലും യാത്രകളായിരുന്നു. ആ യാത്രയിലുള്ള സന്തോഷങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അതും സ്റ്റേജുകളിലാണ് ഞങ്ങളുടെ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് പങ്കിടാൻ പറ്റിയിട്ടുണ്ട്.